പറയണം. കാരണം എന്തായാലും അവർ മാന്യന്മാരാണ്, എല്ലാ കാലം അവർ മാന്യരാണ്. എല്ലാം അനുഭവിച്ച പെണ്ണുണ്ടല്ലോ, അവളാണ് എന്നും കുറ്റക്കാരി. എല്ലാവരുടെ മുമ്പിലും അവളാണ് ഭയങ്കരമായിട്ട് ഇതുള്ള ആള് അല്ലേ. അവളെ മിസ്റ്റേക്ക്, അവളെ മിസ്റ്റേക്ക്, അവളെ മിസ്റ്റേക്ക്, അവളെ മിസ്റ്റേക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ +1 അവൾ ഹാപ്പി ആയിട്ട് പഠിച്ചു, ഭയങ്കര സന്തോഷവതിയായിട്ട് അവൾ +1 കംപ്ലീറ്റ് ആക്കി. +2 അവൾ എത്തി. പിന്നെ അവൾക്ക് ഇതേ പറഞ്ഞ ഇഷ്യൂസ് പിന്നെയും തുടങ്ങി, കല്യാണം. അപ്പോൾ ഇത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. അവളൊപ്പം നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം, ലീവ് കഴിഞ്ഞിട്ട് ഗൾഫിൽ കഴിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കല്യാണക്കാരും പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ പ്രഷർ ചെയ്യിപ്പിക്കണം, കല്യാണം 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 കല്യാണം. കാരണം അവളെ കൂടെയുള്ള അവളുടെ മൂത്തപ്പാൻ്റെ കുട്ടിയൊക്കെ ഇത് കഴിഞ്ഞു, മൂത്തപ്പാൻ്റെ കുട്ടീൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, നിൽക്കാൻ കഴിഞ്ഞു. അവളെ പോലെ തന്നെ കെട്ടിക്കണം, അതിന് മുമ്പ് കെട്ടിക്കണം, ഭയങ്കര വാശി. അപ്പൊ ഈ പെൺകുട്ടി കുറേ കരഞ്ഞു പറഞ്ഞു, അവള് കുറേ കരഞ്ഞു പറഞ്ഞു, ഇല്ല +2 കഴിയട്ടെ, +2 കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ നിന്നു. +2 കഴിയാതെ പറ്റൂല, +2 കഴിയണമെന്ന് പറഞ്ഞു. അവൾ കുറേ തല്ല് വാങ്ങിയിട്ടുണ്ട്. ഈ ഫാമിലീസ് തന്നെ അവള് ഫാദർ ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പൊ അവൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഇത് +1 +2 എത്തിയ സമയത്താണ് ഈ കല്യാണാലോചന. ഒരു ദിവസം 3 പേര് 4 പേരൊക്കെ അവരിങ്ങനെ വന്നു കൊടുക്കാണ്. നമ്മൾ ഇതുവരെ സ്റ്റെക്കല്ലേ, PM-ന്റെ ഇതുകൊണ്ട് സ്റ്റെക്കായിരുന്നു. അപ്പൊ ഈ സ്റ്റെക്കായ ആൾക്കാരൊക്കെ അവളെ കാണാൻ വേണ്ടിയിട്ട്, പെണ്ണാണാൻ വേണ്ടിയിട്ട് അവര് വരികയാണ് വീട്ടിക്ക്. അപ്പൊ എന്തുണ്ടായി, ഇവള് പെട്ടു. ഇവള് ഓരോ രാവിലത്തെ പലഹാരം ഉച്ചക്കുള്ളവർക്ക് പറ്റില്ല, അങ്ങനെ മാറ്റി 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 അവർക്ക് ചായ കൊണ്ട് കൊടുത്തോണ്ടേയിരുന്നു. പക്ഷെ അവള് പറഞ്ഞിട്ടില്ല, താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കരയുമ്പോൾ അവളെ തല്ലാൻ തുടങ്ങി, വേദനിപ്പിക്കാൻ തുടങ്ങി, കാട്ടാൻ തുടങ്ങി. അവളോട് മിണ്ടാതെ നടക്കാൻ തുടങ്ങി. ഏകദേശം 1 മാസം ഒക്കെ മിണ്ടാതെ നടന്നിട്ടുണ്ട്. ഒരു അക്ഷരം മിണ്ടാതെ അവളോട് മിണ്ടാതെ നടന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം അവള് എന്നും തല്ലുകൊണ്ടാവും ക്ലാസ്സിലേക്ക് പോവാ. ക്ലാസ്സിൽ പോയിട്ട് അവളിങ്ങനെ കരയും, ഇങ്ങനെ വിഷമിച്ച് കണ്ടിരുന്നു. ഒന്നിനും ഉഷാറില്ല, പഠിക്കാനും താല്പര്യമില്ല, ഭയങ്കര സാഡായിട്ട് അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ കരയുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാക്കണ്ടേ, ഒരു പെൺകുട്ടിയല്ലേ, പാവല്ലേ അവള്. പക്ഷെ അതൊന്നും ആരും മനസ്സിലാക്കിയില്ല. അപ്പൊ അവളെ ഫ്രണ്ട്സ് പറഞ്ഞു, സാരല്ലേ, ടീച്ചേഴ്സും പറഞ്ഞു കേട്ടോ, ഈ സമ്മതിച്ചാളാ കല്യാണത്തിന്, ഇനി വരുന്ന കല്യാണത്തിന് നീ സമ്മതിച്ചാളാ, അവർക്കെങ്കിലും സമാധാനം ആവട്ടെ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞ +2 പഠിപ്പിക്കുന്നല്ലേ പറഞ്ഞത്, അപ്പൊ സമാധാനം ആവട്ടെ എന്നിട്ട് അപ്പൊ അങ്ങനെ അവള് ഇഷ്ടമില്ലാത്ത മനസ്സോടെ അവളെ കല്യാണത്തിന് സമ്മതിച്ചു. കാരണം +2 എത്തിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അവള് ആ കല്യാണത്തിന് സമ്മതിച്ചു. പിന്നെ ഉണ്ടാവുന്നത് അവൾ അനുഭവിച്ച കാര്യങ്ങളാണ്. പിന്നെ അങ്ങനെ സമ്മതിച്ചിട്ട് അവര് ഓക്കെ സമ്മതിച്ചു. അങ്ങനെ ഒരാൾ വന്നു. ആള് വന്നപ്പോൾ കുഴപ്പമില്ല എന്ന് വെച്ചാൽ അവള് വിചാരിച്ചു എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ സമ്മതിക്കാം, അതോടെ പിന്നെ ഇത് തീറ്റുള്ളൂ. എനിക്ക് അവൾക്ക് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കാര്യം എന്താണ്, അവളെ പേരൻസ്, അത്രയും സ്നേഹിക്കുന്ന പേരൻസ് അവളോട് മിണ്ടാകുന്നത്. എന്തിനും ഉമ്മാന്ന് വിളിച്ചാൽ പോലും അവളോട് മിണ്ടൂലായിരുന്നു, അതിന് പോലും ഒരു മറുപടി കൊടുക്കൂലായിരുന്നു. അങ്ങനെ ആയപ്പോൾ അവള് സമ്മതിച്ചു. അങ്ങനെ എന്ത് വന്നാലും വേണ്ടില്ല അവള് ഓക്കെ പറഞ്ഞു. അങ്ങനെ അവർ കാണാൻ വന്നതിന് ശേഷം, അവർ കാണാൻ വന്നതിന്റെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അവളെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവളെ കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഉറപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉറപ്പിച്ചാൽ മതി പറഞ്ഞു. അപ്പൊ ഇത് അവളുടെ ഉപ്പാനോടാണ് ഇത് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് കാണാൻ വന്നിട്ട് അവർ ഒന്നും ചോദിച്ചൊന്നുമില്ല. സാധാരണ ഒരു ചോദ്യം പോലെ അവളോട് ചോദിച്ചു. പിന്നെ അവര് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോന്നാട്ടോ ചോദിച്ചത്. പക്ഷെ അങ്ങനെ അവർ പോയി. പിന്നെ പിറ്റേ ദിവസം അവര് പിന്നെ വന്നു. അവരുടെ ഫാമിലി, ഉമ്മ ഉപ്പ ഇവരൊക്കെ വന്നിട്ട് അവളെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അവര് പോയി. പിന്നെ സംഭവം എന്താ പറയുക, പിന്നെ ഉണ്ടായത് ഇത് പിന്നെ ആളെ അവൾ കണ്ടു. ആള് അന്നൊരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. അപ്പോൾ അങ്ങനെ അവളെ കണ്ടു. അവളെ പഠിക്കണ കോളേജിന്റെ അടുത്ത് തന്നെയായിരുന്നു ഒരു കോളേജ്. +2. അപ്പോൾ അതിന്റെ അടുത്ത് തന്നെ ആയിരുന്നു ആ സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ആളെ കണ്ടു. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് പറയാൻ തുടങ്ങി, അങ്ങനെ കാണാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അതൊക്കെ വലിയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് തന്നെ പറയാൻ തുടങ്ങി. പക്ഷെ അവൾ മിണ്ടിയതൊന്നുമില്ല, അവരായിട്ട് ഒരു മിണ്ടാട്ടും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് നിക്കാഹ് ഒരു 10 ദിവസത്തെ ഗ്യാപ്പ്. അവളുടെ എൻഗേജ്മെന്റ് അവൾക്ക് 8-10 ദിവസം കൊണ്ടാണ് ഈ എൻഗേജ്മെന്റും കാണാൻ വരുമ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവളുടെ നിക്കാഹാണ്. അപ്പോൾ അന്വേഷിക്കണ്ടേ നമുക്ക്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചു. എന്നിട്ട് നിക്കാഹിൻ്റെ അന്ന്
അവൾ സ്കൂളിൽ പോയിട്ടുണ്ട്. സ്കൂളിൽ പോയപ്പോൾ അവളുടെ ഉച്ചക്ക് വരാൻ പറഞ്ഞു, കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉച്ചക്ക് വരാൻ പറഞ്ഞപ്പോൾ അവളെ നിക്കാഹാണെന്ന് അവൾ അറിഞ്ഞു. സാധാരണ വീട്ടിൽ ആരുമില്ല, ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നല്ലാതെ വേറെ ആരുമില്ല. പിന്നെ അവര് പള്ളിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ട് മഹർ കൊണ്ടുവന്നുണ്ട്. അവളെ ഉപ്പ മഹർ കൊണ്ടിട്ട് അവൾക്ക് ഇട്ട് കൊടുത്തു. കഴിഞ്ഞല്ലോ. അന്ന് രാത്രി അവൾക്ക് ഫോണൊന്നും ഇത് കൊടുത്തിട്ടില്ല, ഫോണും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ഒരു സാധനം കൊടുത്തിട്ടില്ല. അവര് മഹർ കൊടുത്തു, അല്ലാതെ അവര് വീട്ടിൽ വന്നിട്ടുമില്ല. അങ്ങനെ രാത്രി ഉമ്മാന്റെ ഫോണിക്ക് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു. അപ്പൊ അങ്ങനെ വർത്താനം കൂട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നമുക്കറിയില്ലല്ലോ, അങ്ങനെ വർത്താനൊന്നും പറയാനായിട്ടൊന്നും തോന്നിയില്ല. പറഞ്ഞത് എന്താ, അതെ സുഖാണോ, ഫുഡ് കഴിച്ചു, ഇങ്ങനത്തെ ഒരു വർത്താനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കറിയില്ല. ഇങ്ങനെ അങ്ങനെയാണ് അവളോട് പറഞ്ഞത്. ഫുഡ് കഴിച്ചോ, ഓക്കെ ശരി എന്നായിക്കോട്ടെ എന്നിട്ട് തല കൊടുത്തു. പിന്നെ അവര് വർത്താനം പറഞ്ഞു. ആളും കോണ്ടാക്ട് ഒന്നുമില്ല, അധികം വർത്താനൊന്നുമില്ല. ഓക്കെ, നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാണ്ടാവുമല്ലോ, അതൊന്നും ചോദിക്കാൻ അവൾക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ മുത്തശ്ശിനീട്ട് വർത്താനം പറഞ്ഞു. കുഴപ്പമില്ല, മുത്തശ്ശിക്ക് കുഴപ്പമില്ല, വർത്താനത്തിലൊക്കെ ഓക്കെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ അത് കഴിഞ്ഞു. അങ്ങനെ അത് എൻഗേജ്മെന്റ് ഒക്കെ നിക്കാഹ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ആഗസ്റ്റില് ഓക്കെ നിക്കാഹ് കഴിഞ്ഞു. ആഗസ്റ്റ് 2-ാം തീയതി ആഗസ്റ്റിൽ നിക്കാഹ് കഴിഞ്ഞിട്ട് കല്യാണം ഉറപ്പിച്ചു. 15-ാം തീയതി ആഗസ്റ്റ് 15-ന് അവളെ കല്യാണം ഉറപ്പിച്ചു. പിന്നെ ഒരു 2-ാം തീയതിയോ 1-ാം തീയതി അവളുടെ നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് കല്യാണം പറഞ്ഞില്ല, ഈ മൂത്താപ്പാന്റെ കുട്ടീന്റെ കല്യാണം ഉണ്ടെന്ന്. അപ്പൊ മൂത്താപ്പാന്റെ കുട്ടീന്റെ കല്യാണത്തിന്റെ അന്ന് ആ ഫാമിലിനെ വിളിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ആ ഫാമിലിനെ വിളിച്ചിട്ട് അവരങ്ങോട്ട് വന്നിട്ട് നേരിട്ട് ഓഡിറ്റോറിയത്തേക്ക് വന്നു. നമ്മൾ ഇവിടുന്ന് പോയി. അപ്പൊ ആളെ കണ്ടു. അപ്പൊ അപ്പോഴും ആള് വല്ലാതെ സംസാരം മിണ്ടാട്ടൊന്നുമില്ല. അങ്ങനെ വലിയൊരു രീതിയിൽ നമ്മളോട് വർത്താനം പറയുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഒരു ചിരി വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും ആ ഫാമിലിയിട്ട് എല്ലാരും ആളങ്ങനെ നോക്കുന്നുണ്ട്. ആളെ ഭയങ്കരമായിട്ട് നോട്ടുണ്ട്. അപ്പൊ നമുക്കിത് മനസ്സിലാവണില്ല, എന്താണ് കാര്യം എന്നൊന്നും നമുക്ക് മനസ്സിലാവണില്ല. അപ്പൊ അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനും നോക്കുന്നുണ്ട്, അവരെ ശ്രദ്ധപ്പെടാത്ത സ്ഥലത്തേക്കൊക്കെ പോകാനൊക്കെ നോക്കുന്നുണ്ട്. ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഇതൊന്നും സോറി ഓക്കെ, അവൾക്ക് മനസ്സിലാവണില്ല കേട്ടോ. പൊട്ടത്തിക്ക് മനസ്സിലാവണില്ല. പൊട്ടത്തി തന്നെ പറയണം, എന്നാലേ പറ്റുള്ളൂ. ഓക്കെ, അവൾക്ക് മനസ്സിലാവണില്ല, ഒരു കാര്യം അവൾക്ക് മനസ്സിലാവണില്ല. അപ്പൊ അങ്ങനെ വന്നു. എങ്ങനെയാന്ന് വെച്ചാല് അവളുടെ ജീവിതപാതി ആവാനുള്ള ആളല്ലേ, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വന്നു തുടങ്ങി. ഓക്കെ, കുഴപ്പമില്ല, അവള് ഓക്കെ ആണ് എന്ന് പറയുന്ന ഒരു ഇത് ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. കാരണം അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇനിയൊക്കെ ഉള്ള വിഷമം, ഇനി പഴയ പോലെ അല്ലല്ലോ, അങ്ങനെ കുറെ വിഷമങ്ങളൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഓക്കെ, ഈ കഥ പറഞ്ഞു തരാം. അങ്ങനെ അവര് ആ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അവരുടെ വീട്ടിൽ പോയി. അത് മിണ്ടാട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിൽക്കാൻ കഴിഞ്ഞിട്ടും അതേപോലെ അങ്ങനെ വണ്ടിയിൽ നോക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് മിണ്ടാനോ അതിനൊന്നും പോയിട്ടില്ല. പിന്നെ കല്യാണത്തിനന്നൊക്കെ അവൾ ഭയങ്കര കരച്ചിൽ, തലേദിവസമൊക്കെ ഭയങ്കര ഇതാണ്. കാരണം അവളുടെ പഠിപ്പ് അവിടെ കംപ്ലീറ്റ് ആവില്ലല്ലോ. കാരണം പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ +2 അല്ലേ. കാരണം മെയിനായിട്ട് ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം എന്ന് വെച്ചാൽ എഡ്യൂക്കേഷനായിട്ട് +2 10 വേണം, നിർബന്ധമാണ് വേണം എന്നുള്ളത്. അപ്പൊ അവൾക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു വേദന അവൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പഠിപ്പിക്കുന്നവർ പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ കല്യാണത്തിന്റെ അന്ന് തലേദിവസമൊക്കെ അവൾ കരച്ചിലാണ്. അവൾക്ക് എന്തൊക്കെയൊന്നും അറിയില്ല, അവൾക്ക് ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആളായിട്ട് ഭയങ്കര ടച്ചില്ല. നമ്മൾ മാനസികമായിട്ടുള്ള ടച്ച് ഉണ്ടാവില്ല, സംസാരിച്ചിട്ട് ഉണ്ടാവേണ്ട കാര്യം. പ്രത്യേകിച്ച് അറേഞ്ച് മാരേജിൽ സംസാരിച്ചിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് മനസ്സ് തമ്മിലുള്ള ഒരു അടുപ്പം. അത് അവൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോഴും അയാൾ ഒരു അപരിചിതം മാത്രമാണ് അവൾക്ക് അപ്പോഴും ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് ആ പെൺകുട്ടിക്കുള്ളത്. അങ്ങനെ അവള് കല്യാണത്തിന് സമ്മതിച്ചു. അത് കല്യാണം തലേദിവസം വിളിച്ചിട്ടുണ്ട് കേട്ടോ, തലേദിവസം വിളിച്ചിട്ടുണ്ട് അവൾക്ക്. പക്ഷെ വലിയ രീതിയിൽ വർത്താനൊന്നുമില്ല, വീട്ടിലത്തെ വിശേഷങ്ങൾ പറയുന്നല്ലാതെ വേറൊരു വർത്താനം ഉണ്ടായിട്ടില്ല. പിന്നെ കല്യാണത്തിന്റെ അന്ന് ഒക്കെ സാധാരണ പോലെ തന്നെ കഴിഞ്ഞു, സാധാരണ ഒരു കല്യാണം പോലെ. പക്ഷെ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം എന്താ പറയാ, അവളെ അന്നത്തെ ദിവസം ഓക്കെ അവളെ മൂത്തച്ഛന്റെ വീട്ടിലായിരുന്നു, കാക്കന്റെ വീട്ടില് ആയിരുന്നു. അപ്പൊ അവിടുന്ന് അവൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അടുക്കുമല്ലോ, ടച്ച് ഉണ്ടാവുമല്ലോ. അങ്ങനെ അവരായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടത്തിലായിട്ടോ, ഭയങ്കര താത്താരായിട്ടൊക്കെ അവള് ഭയങ്കര കൂട്ടായി. പിന്നെ അന്ന് രാത്രി അവളോട് അപ്പോഴും ഒരു അകൽച്ച ഫീലിംഗ് ഉണ്ട്. ഓക്കെ, ഫോട്ടോ എടുക്കുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവളുടെ ജീവിതപാതി ആയില്ലേ, ഇത്രയും കാലം അവൾ കാത്തിരുന്ന ആ ഒരാളല്ലേനു. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഈ സംഭവം ഉണ്ടല്ലോ, നമ്മൾ അവളുടെ മനസ്സ് കൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ ഇത്. അപ്പൊ പിന്നെ രാത്രി അവളോട് പറഞ്ഞു, അവളെ മുഖത്ത് നോക്കിയുണ്ടെന്ന് പറഞ്ഞു, എൻ്റെ അടുത്തുനിന്ന് അധികം ഒന്നും പ്രതീക്ഷിക്കരുത്. ഓക്കെ, അതിന്റെ മീൻസ് എന്താണെന്ന് ഇപ്പോഴും അവൾക്കറിയില്ല. ഒന്നും പ്രതീക്ഷിക്കരുത്, കാരണം
എന്താ എൻ്റെ എൻ്റെ മനസ്സിൽ വേറെ അത് പറഞ്ഞിട്ടില്ല, പക്ഷെ അതുപോലെ എന്തോ ഒന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ അടുത്ത് നീ അധികം പ്രതീക്ഷിക്കരുത്, ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത്, എനിക്ക് വേണ്ടിയിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത്, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. ഉമ്മ പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്, ഉമ്മക്ക് അടുക്കളയിൽ പണിയിട്ട് കൊടുക്കാൻ ഒരാളെ വേണം, അപ്പൊ അതിനാണ് കല്യാണം കഴിച്ചത് എന്ന് ആള് പറഞ്ഞു. ഇവളാകെ വണ്ടടിച്ചിക്ക, ഇവൾക്ക് അറിയില്ലല്ലോ, ഇവളാകെ ഭയങ്കര ഷോക്കില്, ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര വിഷമത്തിൽ നിൽക്കണം മൂപ്പത്തിർക്ക് ഒന്നും മനസ്സിലായില്ല. അതെന്താ അങ്ങനെ പറയുന്നത് എന്ന് ആലോചിച്ചിട്ട് ഇവൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴും അവളോട് കാര്യങ്ങളൊന്നും ആരും പറഞ്ഞില്ല. പക്ഷെ ഇയാള് അവളുടെ ഹസ്ബൻഡ് അവളോട് ആ വർത്താനാണ് പറഞ്ഞത്. ഇതിൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട, ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ കല്യാണം കഴിച്ചത്, ഉമ്മാക്ക് പണിയെടുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത്, ഈ ഒരു വർത്താനം മാത്രമേ അവളോടുള്ളൂ. അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമക്കായി, പക്ഷെ എന്തോന്ന് ആ വർത്താനം പറഞ്ഞു. പക്ഷെ വേറൊരു മോശപ്പെട്ട വർത്താനം പാടും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റില്ല. കാരണം അവള് പോണതും വരുന്നതൊക്കെ കാണല്ലേ, അപ്പൊ അതായിട്ട് കണക്ട് ആവണ ഒരു മോശപ്പെട്ട വർത്താനം പാടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അവൾ അത് പറയണില്ല. ഓക്കെ, അത് തൽക്കാലം നിങ്ങൾ അറിയണ്ട, പറയണില്ല, ഭയങ്കര മോശം. അപ്പൊ പിന്നെ അവൾ ഭയങ്കര വിഷമിച്ചു, എന്താ പഠിച്ചോ ഇങ്ങനെ കാത്തിരുന്ന് ലാസ്റ്റ് ഇങ്ങനെയാണല്ലോ ആയത് എന്നൊക്കെ അവൾ ചിന്തിച്ചു. പിറ്റേ ദിവസം ഫാമിലിയൊക്കെ വരുന്നുണ്ട്, അടുക്കളാണ് വരുവാണ് ഫാമിലി. ഓക്കെ, അടുക്കളാണ് വരുവാണ്. ഇതിൽ എന്തെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അവരാ പെൺകുട്ടിയുടെ മുഖത്ത് പോയി ചോദിച്ചിട്ടെ, ഈ അങ്ങനെ പറഞ്ഞില്ലേടി, അത് ശരിയല്ല, ഇത് പറയട്ടെ. അവര് പറയില്ല, അവർക്ക് പറയാനില്ല, ഒരു ഇതില്ല. ബാക്കി കൂടെ ഞാൻ പറഞ്ഞുതരാം. പിറ്റേ ദിവസം രാവിലെ തന്നെ അവൾ അടിച്ചു വരും കേട്ടോ, അതൊക്കെ അടിച്ചു വരും. താത്ത എവിടെ ചൂലെന്നൊക്കെ ചോദിച്ചാൽ അവള് ഭയങ്കര കുടുംബക്കാരി ആവാനൊക്കെ നോക്കുകയാണ്. കുടുംബക്കാരി ആവാനല്ല, അവൾക്ക് ഇഷ്ടമാണ് അവരൊക്കെ. അപ്പോൾ അവളെ ചൂലൊക്കെ എടുത്തുകൊണ്ട് അടിച്ചു വരുന്ന ആ സമയത്ത് അവളോട് ഉമ്മ പറഞ്ഞു, അവൾ അടിച്ചാണ് ഉള്ളിലൊക്കെ അടിച്ചാണ്. അവളെ പിടിച്ച് വലിച്ചിട്ട് ഒറ്റ ഉന്ത് മുറ്റത്തേക്ക് അവൾ ഉന്തിയിട്ട് അവളെ കയ്യില് മുറ്റത്ത് ചൂല് കൊടുക്കുകയാണ്. ഇങ്ങനെ ചൂല് എടുത്തിട്ട് പറയാം, ഇവിടെ അടിച്ചു വരേണ്ടി, ഈ ഔട്ടല്ല പണിയെടുക്കേണ്ടത്, പുറത്താണ് പണിയെടുക്കേണ്ടത്, ഇവിടെയാണ് അടിച്ചു വരേണ്ടത്, പേരന്റെ ചുറ്റും അടിച്ചിരിക്കണ. അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കിക്കാണ്. അല്ലോ, അമ്മായിമ്മപ്പൂര് തുടങ്ങിയാലോ ഇപ്പൊ തന്നെ. അവര് ഭയങ്കര ഷോക്കിൽ നിൽക്കാട്ടാ. അമ്മായിമ്മപ്പൂര് തുടങ്ങിയാലോ എന്നുള്ളത് അവരിങ്ങനെ ആലോചിച്ചിരിക്കാണ്. അപ്പൊ അവര് തമ്മിൽ പറയുന്നുണ്ട്, ഈ വർത്താനൊക്കെ പറയുന്നുണ്ട്, അമ്മായിമ്മ തുടങ്ങിയിട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം കല്യാണം പറയാൻ പോയപ്പോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഉമ്മ ഭയങ്കര മോശമാണ്, അവിടെ ഉള്ള മൂത്തിച്ചവളോട് എന്ന് വെച്ചാൽ അവിടെയുള്ള മരക്കളോടൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഇപ്പൊ പറഞ്ഞു നമുക്കിത് വേണമെന്ന് ചോദിച്ചപ്പോ അവൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മൂന്നാമത്തെ മോനല്ലേ, എന്റേതല്ല ആ പെൺകുട്ടീൻ്റെ, ഓക്കെ, മൂന്നാമത്തെ മോനല്ലേ, അപ്പൊ പിന്നെ വീട് മാറുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സ്റ്റോറിക്ക് വരാം. ഓക്കെ, അവളോട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇങ്ങനെ ഉമ്മ ചെയ്തിട്ടോ. അപ്പൊ അവളിങ്ങനെ പേടിച്ചിരിക്കുകയാണ്, കാരണം എല്ലാവരും ഇങ്ങനെ അവളങ്ങനെ ഒരു സങ്കടത്തോടെ സാധാപത്തോടെ നോക്കുന്നുണ്ട്. ഇവൾക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇവൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഇത് അവരിങ്ങനെ അങ്ങനെ നോക്കുമ്പോ അവൾക്ക് ഭയങ്കര വിഷമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവളെ ഒന്നും മൈൻഡ് ചെയ്തില്ല. അവൾ പേരന്റ് ചുറ്റും അവൾ ഫുള്ളായിട്ട് അടിച്ച് വാരി ക്ലീൻ ആക്കി, ഒരു കുറ്റവും കുറവും ഒന്നും പറയാത്ത രീതിയിൽ അവൾ ക്ലീൻ ആക്കി ഇട്ടു. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ, ആ പെൺകുട്ടിയുടെ കഥ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും എന്താ പറയുക, ഇങ്ങനെയൊക്കെ പെരുമാറുമോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അങ്ങനെ വീട് മാറുകയാണ്. മൂത്തച്ഛൻ്റെ വീട്ടിൽ കല്യാണം കഴിച്ചിരുന്നത്. പിന്നെ പിറ്റേ ദിവസം തന്നെ അങ്ങോട്ട് പോവുകയാണ്. സൽക്കാരത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം, അടുക്കളാണ് അവർ കഴിഞ്ഞതിന് ശേഷം ഫുള്ള് വീട് ഇതായിട്ട് കിടക്കുന്നത്. സിഗരറ്റ് കുറ്റീൻ്റെ ഒരു ഭാഗത്ത്, പലതര സാധനങ്ങളുടെ ഒരു ഭാഗത്ത്, റൂമൊന്നും വൃത്തിയാക്കിയിട്ട് പോലില്ല. ഫുള്ള് മാറാല് തട്ടിക്കാണ്ട് കിടക്കുകയാണ് വീട്. ഫുള്ള് മാറാലാണ്, അങ്ങനെ കിടക്കുകയാണ് വീട്. അപ്പോൾ എന്താ അവള് അതൊക്കെ റെഡിയാക്കി നേരാക്കി കേട്ടോ. പിന്നെ അങ്ങനെ 4 ദിവസം കഴിഞ്ഞിട്ട് അവള് സ്കൂൾക്ക് പോവാം. അപ്പോൾ അവൾ ചോദിച്ചു, ഞാൻ സ്കൂൾക്ക് പോട്ടെ, എൻ്റെ +2 ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവള് അങ്ങനെ സ്കൂൾക്ക് പോവാണ്. വലിയൊരു സമ്മതമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അവള് പോയി. അപ്പോൾ പറഞ്ഞു, ഒരു കണ്ടീഷൻ വെച്ച്, ഫുള്ള് പണിയെടുത്തിട്ട് വേണം പോവാൻ, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 8:45 സ്കൂൾക്ക് പോകും വേണം. കാരണം 9 മണിക്ക് ആള് കൊണ്ടാക്കുക, 9 മണിക്ക് ആള് വരിന്ന് ഇറങ്ങുമ്പോൾ അപ്പോഴത്തേനും അവൾക്കൊക്കെ റെഡിയാക്കണം. അങ്ങനെ അവള് എല്ലാം എടുത്തിട്ട് എല്ലാ പണി എടുത്തതിന് ശേഷം മാത്രം, അപ്പൊ അവൾക്ക് ഫുഡ് കഴിക്കാൻ നേരമില്ല. ഫുഡ് കൊണ്ടുപോകാനും ഉമ്മ അയക്കൂല. എന്ന് വെച്ചാൽ ഉമ്മ തലേ ദിവസത്തെ ചോറ് എടുത്തുകൊണ്ട് ഉമ്മ അന്നേക്കത്തിന് രാവിലെ കൊണ്ടേക്കുവാറ്, തലേ ദിവസത്തെ ചോറ് കൊണ്ടേക്കുമെന്ന് പറയും. അപ്പൊ പിന്നെ അവൾക്ക് ഫുഡ് കഴിക്കാനുള്ള നേരമില്ല, ചോറ് കൊണ്ടുപോകാൻ അവൾക്ക് പറ്റൂല. ഇങ്ങനെ അവള് കഷ്ടപ്പെട്ടു, ഒരുപാട് കഷ്ടപ്പെട്ടു. അവൾ എന്നിട്ട് ഓരോ ദിവസവും ചോറ് കൊണ്ടുപോകട്ടെ, സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും,
ഉച്ചക്ക് ചോറ് എടുക്കാനാകുമ്പോഴത്തേന് ചോറ് കേടുന്നിട്ടുണ്ടാവും. പിന്നെ അത് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവൾ എന്താട്ടി ആ ചോറ് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് തന്നെ കളയും. പിന്നെ നല്ല ചോറ് കഴിക്കാലോ. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസമായിട്ട് അവിടെ ഒരു കുട്ടിയുണ്ട്. കുട്ടി പറഞ്ഞാൽ മുത്തച്ഛൻ്റെ കുട്ടിയുണ്ട്. ആ കുട്ടി കണ്ടു. മുത്തച്ഛൻ്റെ അത് ഉമ്മമാനോട് പറഞ്ഞു. എന്ന് വെച്ചാൽ അവിടുത്തെ ഉമ്മാനോട് പറഞ്ഞു. ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു പിന്നെ അതിന് പ്രശ്നങ്ങളായി. അന്നത്തിന്റെ വില അറിയാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടുന്നത്. അന്നം കൊണ്ടേ കളയുന്നത്. അന്നത്തിന്റെ വില അറിയില്ല, അത് അറിയാതെ വളർന്നത്, അതുകൊണ്ടാണ് അതിന്റെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ ഇത് ചോറ് കേടുന്നതുകൊണ്ടാണ് അതായത് എൻ്റെ ഒക്കെ കേടുന്നു ഒച്ചപ്പാടുണ്ടാക്കി. അപ്പൊ അവളൊന്നും മിണ്ടിയില്ല. ആരോടും അവളൊന്നും മിണ്ടിയില്ല. പകരം അവളിങ്ങനെ കരയല്ലോ. 18 വയസ്സല്ലേ ഉള്ളൂ. പിറ്റേ ദിവസം അവള് എന്താ പറയാ ചോറ് ഇല്ല, ഞാൻ ചോറ് കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞു. അപ്പോഴും അവരെന്താ വിചാരിക്കണം, ഇവളെങ്കിലും +2 സ്റ്റോപ്പ് ആക്കണം. ഉമ്മാന്റെ മനസ്സിലാക്കി +2 സ്റ്റോപ്പ് ആക്കണം. എന്നാൽ മാത്രമേ ഫസ്റ്റ് സ്റ്റോപ്പ്. അവരെ മകനെക്കാട്ടിലും അവൾക്ക് പഠിപ്പ് വേണ്ട, ഇതായിരുന്നു അവരെ മനസ്സിലുണ്ടായിരുന്നത്. അത് മനസ്സിലാക്കാൻ അവൾക്കത് പിന്നെ മനസ്സിലായിട്ടോ. അങ്ങനെ അതാവും മനസ്സിലുള്ള കാര്യം എന്നുള്ളത് അവൾക്ക് മനസ്സിലാവും. പക്ഷെ അവളുടെ വാശി ഉണ്ടായിരുന്നു. മിനിമം ഒരു പെൺകുട്ടിക്ക് +2 എങ്കിലും വേണം എന്നുള്ളത് അവളെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ നിർബന്ധിച്ച് അവൾ പോയി. അങ്ങനെ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞ ശേഷം 6 മാസമായിട്ടുണ്ട് അവളങ്ങനെ പോയിട്ട് അങ്ങനെ പട്ടിണി കടന്നിട്ടൊക്കെ പോയി. ഒരു ദിവസം അവൾ പോയപ്പോൾ അവളെ കുറേ ദിവസം അങ്ങനെ തന്നെ കൊണ്ടുവരാൻ ആളില്ല. 6 മണി വരെയൊക്കെ അവൾ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കും. 6 മണി വരെ അവളിങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ അവൻ്റെ ഫ്രണ്ട് എന്ന് വെച്ചാൽ അവളുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വന്നിട്ട് അവളോട് ബൈക്കുമ്മ വന്നിട്ട് പറയാണ്, ഓനൊരു പൊട്ടനാണ്, ഈ ഓൻ്റെ കൂടെ പോകണ്ട, എൻ്റെ കൂടെ പോരെ అని ഞാൻ പുതിപോലെ നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. അപ്പൊ അവൾ ഭയങ്കര വിഷമത്തിലാണ്. അത് കേട്ടപ്പോൾ സ്വന്തം കൂട്ടുകാരനാണ് പറയുന്നത്. അതും വേറൊരുത്തൻ്റെ ഭാര്യയാണ്, സ്വന്തം കൂട്ടുകാരൻ്റെ ഭാര്യനോടാണ് ഈ പറയുന്നത്. അപ്പൊ അവൾക്ക് ഭയങ്കര ടെൻഷനായി, ഭയങ്കര സങ്കടം. എന്നോട് ഇങ്ങനെ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് അവള് 2 കാര്യങ്ങൾ അവൾ കെട്ടിയനോട് പറഞ്ഞു. ഓക്കെ, കെട്ടിയനോട് പറഞ്ഞപ്പോൾ കെട്ടിയ ചിരിക്ക ചെയ്യുന്നത്. അവർക്കതൊരു വിഷയമില്ല, ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. അത് സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പൊട്ടനാണെന്ന് വിളിച്ചത് അവൾക്ക് പ്രോബ്ലം ഇല്ല. സ്വന്തം പെണ്ണിനെ വേണമെന്ന് പറഞ്ഞത്, ഭാര്യനെ വേണമെന്ന് പറഞ്ഞതും പ്രോബ്ലം ഇല്ല. അവൾക്ക് മനസ്സിലായി അവളെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, എത്രത്തോളം താൻ ആ വീട്ടിൽ സേഫ് ആണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. പിന്നെ അവളെ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ സത്യം പറയാലോ, അവരുടെ മോളെ ആദ്യമായിട്ട് അവര് കെട്ടിച്ചു വിടുകയാണ്. അതിങ്ങനെ ഒരാളാണെന്ന് അറിഞ്ഞപ്പോ ഒരു കുഴപ്പമില്ലല്ലോ അവന്. അപ്പൊ ഇത് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമാവെന്ന് വെച്ചാല് അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ വിഷമായി. അപ്പൊ വിളിച്ചെന്നെ പറഞ്ഞു, എന്താ അങ്ങനെയൊക്കെ പറയുന്നത്, ഇനി ഓളെ അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കണ്ട, 6 മണി വരെ, 3 മണിക്ക് ക്ലാസ് കഴിഞ്ഞാല് 6 മണി വരെ അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, അത് വേണ്ട, അവള് ഇങ്ങോട്ട് പോകുന്നതായിരുന്നു. അങ്ങനെ അവള് നേരെ പോകും. ആള് വരുന്നില്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോരാൻ തുടങ്ങി. പിന്നെ ആൾക്ക് വേണമെങ്കിൽ അവര് വന്നാണ്ട് കൂട്ടിക്കൊണ്ടുപോകും. അവര് രാത്രി വന്നിട്ട് അവൾക്ക് ഒഴിവുണ്ടാവുന്ന സമയത്ത് വന്നിട്ട് അവർ കൂട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ അവിടെ തന്നെ അങ്ങനായി. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ കഥ, കുറച്ച് കഥ മനസ്സിലായി. ഇനി ബാക്കി പറയണ്ട. പിന്നെ അങ്ങനെ കഴിഞ്ഞിട്ടാ എല്ലാം അങ്ങനെ പിന്നെ മാസങ്ങൾ അങ്ങനെ പോയി. സെയിം റിപ്പീറ്റ് അടിച്ചു. ഓരോ ദിവസം ചീത്താരാൻ തുടങ്ങി, പണിപ്പുള്ളും എടുത്തിട്ട് പോയാൽ മതി എന്ന് പറയാൻ തുടങ്ങി. ഇവൾക്ക് കഴിക്കാൻ പറ്റൂല കേട്ടോ. അപ്പൊ നമ്മൾ പറയും, ഓനക്ക് തിന്നാൻ കൊടുക്കേ, ഈ എൻ്റെ തിന്നലൊക്കെ അടക്കട്ടെ, ഇജ് ഏതായാലും സ്കൂൾക്ക് ഓൻ പഠിക്കാണ് പോകുന്നത്, ഇജ് ഏതായാലും സ്കൂൾക്കല്ലേ പോകുന്നത്, ഓ തിന്നട്ടെ, എന്നിട്ട് മതി തിന്നണ, ഇങ്ങനെ വർത്തം പറയുന്നത് ഇത് തിന്ന. അപ്പൊ ഇവൾക്ക് എല്ലാം ഉണ്ടാക്കി വെക്കും വേണം. ചോറ് എന്നിട്ട് തന്നെ ചോറ് ഉണ്ടാക്കാൻ പറ്റാത്തോണ്ട് തന്നെ അമ്മ പറയും, തിന്നാള് പോലും ഉണ്ടാക്കാതെ ഓള് പോകുന്നു. ബാക്കിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ബാക്കിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടാവും, തിന്നാള് പോലും ഉണ്ടാക്കാതെ ഓള് പോകുന്നത് പറയും. എന്നിട്ട് ഓനക്ക് തിന്നാൻ കൊടുക്കണം, ഓള് തിന്നരുത്. ഇതാണ് ഉണ്ടായിരുന്നത്. രാവിലെയും അങ്ങനെ തന്നെ. അങ്ങനെ അവള് പട്ടിണി കടന്നിട്ട് അവള് സ്കൂൾക്ക് പോകും. ഉച്ചക്ക് ആ ചോറ് അവൾക്ക് തിന്നാൻ പറ്റില്ല, അത് കേട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവള് അങ്ങനെ പട്ടിണിയാണ് 3 നേരം. അപ്പൊ ഫ്രണ്ട്സൊക്കെ തിന്നണ കാണുമ്പോൾ അവര് എന്നിട്ട് ചോറ് വാങ്ങിക്കൊടുന്നിട്ടും അവർ കൊടുന്നുതരും. എനിക്കുള്ള കൂടെ എൻ്റെ ഫ്രണ്ട്സ് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അങ്ങനെ ഞാൻ കഴിക്കും. ക്ലാസ്സിലുള്ള ക്ലാസ്മേറ്റ് ഫ്രണ്ട്സ് ആൺകുട്ടികളുണ്ടാവില്ലേ, പെൺകുട്ടികളും ആൺകുട്ടികളും ടീച്ചേഴ്സും ഇവരൊക്കെ വാങ്ങിത്തരും. അങ്ങനെ അവൾ കഴിക്കും. അവളമ്മ അറിഞ്ഞപ്പോൾ അമ്മ അവൾക്ക് വേണ്ടിയിട്ടുള്ള ചോറും ഇതൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ചോറ് ഇതൊക്കെ എന്താ കൂട്ടുകാരത്തിൻ്റെ അടുത്ത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവള് ആ ഫുഡ് കഴിച്ചു. ആ ഫുഡ് കഴിച്ചിട്ട് അപ്പൊ ഭയങ്കര സന്തോഷമായി. പിന്നെ അമ്മ അവളെ കാണാൻ വരാൻ തുടങ്ങി. എന്നിട്ട് അവൾക്ക് വേണ്ടതൊക്കെ അമ്മ കൊടുന്നു തരാൻ തുടങ്ങി. അമ്മ അവൾക്ക് കൊടുത്തിട്ട് പോകാൻ തുടങ്ങി. അവളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു നിമിഷം അത് മാത്രമായിരുന്നു കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് അവൾക്ക് സന്തോഷം തോന്നിയ ഒരു നിമിഷം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഭയങ്കര അവൾക്ക് സന്തോഷമായി.